കുമിളച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി കുമിൾ നന്നായിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നോക്കാം. നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളക്, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കാശ്മീരി മുളക് പൊടി, അച്ചാർ പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പഞ്ചസാര, നല്ലെണ്ണ, കായം, കടുക്, കറിവേപ്പില. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനായി അരിഞ്ഞു വച്ചിരിക്കുന്ന കുമിളിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അച്ചാർ പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം തീയിൽ നന്നായി ഫ്രൈ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ മഷ്റൂം ഏകദേശം ഒരു ഫ്രൈ രൂപത്തിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. കുമിൾ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ നമുക്കിനി അച്ചാർ തയ്യാറാക്കി എടുക്കാം. അതിനായി ആദ്യമായി കടുക് ഇടണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുമിളച്ചാർ ആയതുകൊണ്ട് തന്നെ രുചി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അടുത്തതായി ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തുടർന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഓരോ പൊടികളായി ചേർത്ത് കൊടുക്കാം. ആദ്യമായി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നീട് കാശ്മീരി മുളക് പൊടി, അതിനുശേഷം കുറച്ച് അച്ചാർ പൊടി, ഇതുകൂടാതെ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം തന്നെ അച്ചാറിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി വയ്ക്കേണ്ടതായിട്ടുമുണ്ട്. അച്ചാറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ശേഷം ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന കുമിളും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കുറുകി വന്ന് വിനാഗിരിയും കൂടി ഒഴിച്ചാൽ നമ്മുടെ അച്ചാർ റെഡിയായി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂണച്ചാർ റെഡിയായി. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം.